ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ മന്തിയാണ്. ഇതെന്ന് വെച്ചാൽ എന്നാ പറയണ്ടേ എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല ഫ്ലേവറായി മന്തിക്ക്, നല്ലോണം നല്ല ഫ്ലേവറായി. റൈസിനും ചിക്കനും നല്ല ഫ്ലേവർ ഉണ്ട്. പിന്നെ ഇത് സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ വീട്ടിൽ ബിരിയാണിനേക്കാളും ഫാൻസ് ഈ മന്തിക്കാണ്. പിന്നെ ഞാനിതിൻ്റെ കൂടെ ഈ റെഡ് ചട്നീൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. ഇത് ഈ മന്തിക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സീൻ്റെ ജാർ എടുക്കുക. എന്നിട്ട് ഒരു 1 ഹാൻഡ് ഫുള്ള് മല്ലിയില പുതിനയില ചേർക്കുക. പിന്നെ ഒരു സ്മോൾ സൈസ് ഉള്ളിയും തക്കാളിയും ചേർക്കണം. പിന്നെ ഈ ഒരളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. ഇനി ഞാനിതിൽ 3 കാശ്മീരി മുളകും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും വലിയ ജീരകവും ചേർക്കണം. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് ചേർക്കണം, മുഴുവനായിട്ടുള്ളത്. പിന്നെ 3 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയും കൂടി ചേർക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട ഒരു ചിക്കൻ ക്യൂബാണ്. അതിങ്ങനെ പീസസ് ആക്കി ചേർത്ത് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1 കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. വലുതാണ് ഒന്നും കൂടി നല്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള, അതുകൊണ്ട് ഇതെടുത്ത്. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ പെപ്പർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ അങ്ങനെ ചിക്കൻ മസാല, പിന്നെ മന്തി മസാല ചേർക്കണം. 4 ടീസ്പൂൺ അങ്ങനെ ചേർക്കാം. 4-5 ടീസ്പൂൺ നിങ്ങളെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാൻ ഇവിടെ 4 ടീസ്പൂൺ അങ്ങനെ ചേർത്തിക്ക്. പിന്നെ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. പിന്നെ ഒരു 30 മിനിറ്റ് അങ്ങനെ ചിക്കന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഒരു സോസ് പാൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് അങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇതുപോലെ 5-6 ഏലക്ക, 8-10 ഗ്രാമ്പു, പിന്നെ 2 കറുവപ്പട്ട എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്, അതും കൂടി ചേർക്കുക. പിന്നെ ഇതുപോലെ ഒരു ബേ ലീഫ് മുറിച്ചിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ 1 ടീസ്പൂൺ പെപ്പറും 1 ടീസ്പൂൺ മല്ലിയും ചേർക്കുന്നുണ്ട്. പിന്നെ 2 മാഗി ക്യൂബും കൂടി ഇതുപോലെ എല്ലായിടത്തും ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ചിക്കൻ ഇതിലോട്ട് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. വലിയ പീസ ഒന്നും കൂടി നല്ലത്. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ പീസ ആയതുകൊണ്ട് ഞാനിങ്ങനെ ചേർക്കുന്നത്. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒന്ന് വേവിപ്പിച്ച് എടുക്കുക. ഒരു സൈഡ് കുക്കായ തിരിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ചെറിയതാ എടുക്കുന്നെങ്കിൽ ചിക്കന് ഉടയാണ്ട് നോക്കണം. എന്നിട്ട് പിന്നെയും മൂടി വെച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടി കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ ഏകദേശം കുക്കായിട്ടുണ്ട്. ചിക്കൻ വേവിപ്പിക്കുന്നതിന് മുന്നേ ഡ്രൈ ലെമൺ ചേർക്കണം. ഞാനത് ചിക്കൻ വേവിപ്പിക്കുന്നതിന് മുന്നേ ഇട്ടിക്കേനു. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തെടുത്ത് ഇടണം. ഇത് കറക്റ്റ് അളവില്ല, കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇവിടെ എടുത്ത 2 ടേബിൾ സ്പൂൺ അങ്ങനെ ഉണ്ടാവും. ഇതൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ഇടുക. പിന്നെ ഇതുപോലെ ഒരു സ്മോൾ സൈസ് തക്കാളി ഇടുക. എന്നിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതുപോലെ മൂടി വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഇതുപോലെ ക്യാരറ്റും ക്യാപ്സിക്കം ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ചോപ്പർ ഇല്ലെങ്കിൽ ചെറുങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മന്തി മസാല ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്നും കൂടി നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളിയെല്ലാം ചേർക്കുമ്പോൾ ചിക്കനൊക്കെ സൈഡിലോട്ടേക്ക് മാറ്റി വെച്ച് ചേർക്കുക. പിന്നെ ഞാൻ കാശ്മീരി മുളക് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് ചിക്കൻ, വെന്ത ചിക്കന് ഇതുപോലെ സൈഡിൽ നിന്ന് കോരിയെടുത്ത് അതിലോട്ടേക്ക് ചേർക്കാം. അപ്പോൾ ചിക്കനെല്ലാം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ ടൈമിൽ കുറച്ച് ഓയിലിൻ്റെ കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക.
ഇനി ഇതിലത്തേക്ക് അരി ഇടണം. അരി ഒരു 30 മിനിറ്റ് അങ്ങനെ കുതിർത്ത് വെച്ച അരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 7.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 5 കപ്പ് അരിക്കുള്ള അളവാണ് പറയുന്നത്. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് ബോയിലാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഈ സമയം ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലത്തേക്ക് കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കുക. ഇതൊരു 5 കപ്പുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടിയും മൂടി വെച്ച് ഈ അരി വേവിപ്പിക്കണം. ഒരു 10 മിനിറ്റ് അങ്ങനെ വേണ്ടി വരും അരി വേവാൻ. ഇനി ഇതാ നേരത്തെ മാറ്റി വെച്ച ചിക്കനിലത്തേക്ക് ഇതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. ഞാൻ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചില്ലി ഫ്ലെക്സ് കുറച്ചാക്കിയതുണ്ട്. ഒരു 8 മുളക് അങ്ങനെ എടുത്ത് ചൂടാക്കി പൊടിച്ചതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ അങ്ങനെ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഞാൻ ആദ്യം കുറച്ചാണ് ചേർത്തത്, അത് പോരാഞ്ഞിട്ട് പിന്നെയും ചേർത്തത്. എന്നിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക, ചിക്കൻ വെന്തതുകൊണ്ട്. എന്നിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലത്തേക്ക് ഇനി ചിക്കൻ ആഡ് ചെയ്യാം. ചില്ലി ഫ്ലെക്സ് ചേർത്തത് കൊണ്ട് നല്ലപോലെ മസാല ഉണ്ടാവും. ആ മസാല അടക്കം ഇതിലത്തേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് ചിക്കന് ഇതുപോലെ ഓരോ സൈഡിലാക്കിയിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് നടുക്ക് ഒരു സ്പേസ് ഉണ്ടാക്കണം. പിന്നെ പച്ചമുളക് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു ചിരട്ട ചൂടാക്കിയെടുത്ത് ഇതുപോലെ കനലാക്കിയെടുക്കണം. സ്റ്റീൽ പ്ലേറ്റിലിട്ടിട്ട് അത് നടുക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ ചേർത്ത് അപ്പാട് ക്ലോസ് ചെയ്യണം. പിന്നെ ചട്നി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ അളവിൽ പുളിയും പിന്നെ 1/2 കപ്പിൻ്റെ മേലെ വെള്ളവും ചേർത്ത് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലത്തേക്ക് ഇതുപോലെ കാശ്മീരി മുളക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി വഴറ്റിയെടുക്കണം. എരിവുള്ള മുളകാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഞാനൊരു സ്മോൾ സൈസ് ഉള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി കുറേ ചേർക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് വഴറ്റിയെടുത്ത് ഇതും മിക്സിയിലത്തേക്ക് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് ക്രഷ് ആവായിട്ട് ഞാൻ കുറച്ച് പുളിവെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതൽ അരഞ്ഞു പോയി. ഇത്ര അരയണ്ട ശരിക്ക്. ഇനി ആ സെയിം മിക്സിയിൽ തന്നെ നമ്മളാക്കി വെച്ച പുളിവെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ട് അതും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് ചൂടായാൽ ഇതിലത്തേക്ക് ശർക്കര ചേർക്കണം. ഒരു ശർക്കര ഫുള്ള് ചേർക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ ചൂടാക്കിയെടുക്കണം. ഈ ടൈം ആവശ്യത്തിന് ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിങ്ങനെ കളറ് മാറാൻ തുടങ്ങും കുറച്ച് കഴിഞ്ഞാൽ. ഓയിൽ പോരെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ 3 സ്പൂണ് സിർക്ക ചേർക്കുന്നുണ്ട്. സിർക്ക കുറച്ച് കൂടുതൽ ചേർത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്. മന്തി ഞാൻ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മന്തി നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ മന്തിക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന മന്തീൻ്റെ അതേ ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. മന്തി ലവേഴ്സൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ റൈസിനും ചിക്കനൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറാണ്. പിന്നെ റെഡ് ചട്നി മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. പിന്നെ മയണൈസിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മയണൈസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ആ വീഡിയോ ഞാനിവിടെ കൊടുക്കുക, അത് ചെക്ക് ചെയ്താൽ മതി. മന്തി ഈ മെത്തേഡിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ കാണലില്ല. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്ത് നല്ല സക്സസ് ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. ബൈ.